ഓക്കെ, ഇന്നത്തെ നമ്മുടെ പ്രശ്നത്തെ ഈ ഹെയർ ഡ്രയറാണ് കേട്ടോ. ഇത് എൻ്റെ വേറെ സുഹൃത്തിൻ്റെയാണ്. അത് വർക്ക് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഊരിയെടുത്തു. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതല്ല, എനിക്ക് പരിചയമില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമുക്ക് നമ്മളെ കൊണ്ട് കഴിച്ച് നോക്കാൻ പറ്റുമോ. ചിലപ്പോൾ എന്തെങ്കിലും എൻ്റെ ഒരു നേരത്തെ ഇതുണ്ടായിരുന്നുണ്ടോ, ഇതിൻ്റെ ഒരു വയർ ലൂസ് കോൺടാക്റ്റ് ആവാം. ശരിക്കും അതങ്ങനെ ലൂസ് കോൺടാക്റ്റ് ആവേണ്ട വയറല്ല. നമ്മുടെ ഈ DC ജാക്ക് എന്ന് പറയുന്ന സാധനം അറിയാം, 12 വോൾട്ട് DC ജാക്ക്. അതായത് നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ ഒക്കെ ഈ ചാർജറിൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇങ്ങനത്തെ ഒരു സാധനമാണ് യൂഷ്വലി അവർ ഇവിടെ വയ്ക്കാറ്. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഊരിയെടുത്തു. ഇവിടെ എൻ്റെ ഹീറ്റിംഗ് കോയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതുവരി ഇവിടെ ഞാൻ ഇത് ഊരാനായിട്ടൊന്നും കാണുന്നില്ല. ഇതിലിപ്പോൾ നോക്കുവാണ് കേട്ടോ ഇതിങ്ങനെ തിരിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, ഒന്നും തിരിയുന്നില്ല. ഓക്കെ, ഇങ്ങോട്ട് തിരിയും. ഓക്കെ, അതൊരു ഞാൻ ഈ ഇവിടെ കൂടെ ഒരു ഗ്യാപ്പ് കാണാനുണ്ടോ, ഇതിൽ കൂടെ ഇങ്ങനെ എടുക്കുക. ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഓക്കെ, അത് വരി പോരുന്നില്ല. വരി ഓക്കെ, അത് വരി. ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ആയിരിക്കുമെന്ന്. ഇവിടെ ഒരു സ്നാപ്പ് കാണുന്നുണ്ട്. ഓക്കെ, അത് പോന്നു. അപ്പോൾ ഞാൻ ഊരിയെടുത്തു. ഇതാണ് ഇങ്ങനെ ഈസി ആയിട്ട് സ്പിന്നാണ് സാധനം. ഓക്കെ, നമുക്കിപ്പോൾ തുറക്കാണ്ട് അറിയാൻ പറ്റുന്നില്ല എന്താ അതിൻ്റെ ശരിക്കുള്ള പ്രശ്നം. അപ്പോൾ ഇനി തുറക്കാൻ പോകണം കേട്ടോ. ഇവിടെ തുറന്നു. ഓക്കെ, തുറന്നു. അപ്പോൾ സ്വിച്ച് ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് ബോട്ടത്തിലേക്ക് വെച്ചിട്ട് ഇങ്ങനെയാണ് പൊക്കാൻ നോക്കുന്നത്. അത് പൊക്കി അതിൻ്റെ പുറത്തൊരു ഇതായിരുന്നു. അതെ, ഇവിടെ കുറച്ച് മുടിയൊക്കെ കയറിയിരിപ്പുണ്ട്. നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി, ഇവിടെ കണക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാമെന്നുള്ള. അപ്പോൾ ഞാൻ വീഡിയോ പോസ് ചെയ്തിട്ട് മൾട്ടിമീറ്റർ എടുത്തു. ഓക്കെ, ഫസ്റ്റ് കാര്യം നമ്മളിതിലൂടെ പ്ലഗ് ഇൻ ചെയ്തു. ഇതിൽ ഏതോ ഒരെണ്ണമാണ് നമുക്കറിയാം, ഏതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റായിട്ട് നോക്കുക അവിടെ ഏതെങ്കിലും വരുന്നുണ്ടോയെന്ന്. ഓക്കെ, അവിടെ ഒന്നും വന്നില്ല. അപ്പോൾ അത് പ്രശ്നം ഏകദേശം മനസ്സിലായോ. ഒരെണ്ണം വരുന്നുണ്ട്, പക്ഷെ അത് റെസിസ്റ്റൻസ് അത് കറക്റ്റല്ല. കാരണം വയറല്ലേ, റെസിസ്റ്റൻസ് 0 കാണിക്കേണ്ടതാണ്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കണം ഇത് ഊരിയെടുക്കാൻ പറ്റുമോ. അതൊരു ഭയങ്കര ഓക്കെ, അത് വരെ പോകുന്നു. ഫസ്റ്റ് കാര്യം ഇതിൽ കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കുക എന്നുള്ളതാണ്. ഇതിൽ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ കേബിളിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലായി. ഇതിൽ കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ ഇതിൽ കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ കേബിളിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലായി. ഓക്കെ, മൾട്ടിമീറ്റർ കാണുന്നുണ്ടോ ഇവിടെ നോക്കിയോട്ടോ. അവിടെ 1 ഓം കാണിച്ചു. അപ്പോൾ കേബിളിൻ്റെ ആ സൈഡ് ഓക്കെയാണ്. നമ്മൾ സെക്കൻഡ് നോക്കി, ഇവിടെ ഇല്ല. അപ്പോൾ ഇത് കേബിളിൻ്റെ പ്രശ്നമാണെന്ന് ഉറപ്പിച്ചു. ഓക്കെ, അതെ. ഇനിയിപ്പോൾ ചെയ്യാൻ പോകണേ കേബിള് ഇവിടെ ലൂസ് കോണ്ടാക്റ്റ് ആയതാണ് കേട്ടോ. ഇനി ഇതും ആവാൻ ചിലപ്പോൾ. ഇതല്ല. എൻ്റെ ഇതിന് മുമ്പ് എൻ്റെ ഒരു ഹെഡ് ഡ്രയർ ഉണ്ടായിരുന്നു, ഇതുപോലെയാണ് സംഭവിച്ചത്. ഓക്കെ, അത് നടന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കേബിൾ തപ്പിയെടുക്കുക കിട്ടുമെന്ന്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ വയർ കട്ട് ചെയ്ത് നേരെ ഇവിടെ സോൾഡർ ചെയ്യാമെന്നുള്ളതാണ്. ഞാനൊന്ന് നോക്കട്ടെ കേബിൾ കിട്ടുമെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാം. കണ്ടിന്യൂറ്റി ഇട്ടു.
സ്വിച്ച് നമ്മൾ ഓണാക്കിയിട്ടു. അത് 100% പ്രൂഫ് ചെക്കല്ല, പക്ഷേ ഹീറ്റിംഗ് കോയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് ഇതിനകത്ത് അറിയാം. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ അകത്ത് തൊട്ടു പുറത്ത് തൊട്ടു 20 സോണം കാണിച്ചു. അതായിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ്. ഇപ്പോൾ 2 സ്വിച്ചിൻ്റെ നടുക്കത്തെ ഇട്ടു. നടുക്കത്തെ എനിക്കാണ് ഫാൻ മാത്രമായിരിക്കാം. അത് വർക്ക് ചെയ്യാത്തതിന് 2 കാരണം ഉണ്ടാവും. മേ ബി അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, അതിനകത്തൊരു ഡയോഡ് ഉണ്ടായിരുന്നു ആ ഫാനിനെ. അത് എത്ര വോൾട്ടാണ് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതും കാണിച്ചപ്പോൾ ഒരു ഡയോഡുണ്ടാവാം. ഇത് ഓഫ്. ഓക്കെ, 1 2 3 3 അപ്പോൾ ആദ്യത്തത് ഫാൻ മാത്രം, രണ്ടാമത്തെ ഒരു ഹീറ്റിംഗ് കോയിൽ ഫുൾ റെസിസ്റ്റൻസ്, രണ്ടാമത്തേത് കുറച്ചുകൂടെ പകുതി കറണ്ട് ആംപറേജ് കൂട്ടി ചെയ്യാനുള്ളത് ഒക്കെയാണ്.